ഹലോ, ഇന്നത്തെ വീഡിയോ ലബൂബു ഉണ്ടാക്കലാണ്. ഇപ്പം നിലവിൽ ട്രെൻഡിങ് ലബൂബു ആണ്. എന്ത് തുറന്നു കഴിഞ്ഞാലും ലബൂബുവിൻ്റെ ഒന്നോ രണ്ടോ വീഡിയോ എങ്കിലും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പിന്നെ എൻ്റെതായൊരു വേർഷൻ കൂടി ഉണ്ടാക്കാം. ക്ലേ വെച്ചിട്ടുള്ള പരിപാടിയിൽ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് എനിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തതാണ്. മാത്രമല്ല എൻ്റെ കയ്യിലെ ക്ലേ എനിക്ക് നല്ല രീതിയിൽ പണി തരുന്നുണ്ട്. സംഭവം ഞാൻ വിചാരിക്കുന്ന രീതിയിൽ ഉരുട്ടാനോ പരത്താനോ അത് പറ്റുന്നുണ്ടായിരുന്നില്ല. തലയൊക്കെ കണ്ടോ, വലിയ ഷേപ്പില്ലാത്ത രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. പിങ്ക് ലബൂബു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ലബൂബുവിൻ്റെ വീഡിയോസ് കാണുന്ന സമയത്ത് ഇതൊരു പാവയല്ലേ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ ട്രെൻഡിങ് ആയി നിൽക്കുകയെന്ന് അറിയില്ലായിരുന്നു. കുറേ വീഡിയോസ് കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഹിസ്റ്ററി എനിക്ക് മനസ്സിലായത്. ഒറ്റ നോട്ടത്തിൽ മൂപ്പര് സാധാരണ ഒരു കളിപ്പാട്ടം മാത്രമാണ്. പക്ഷേ മൂപ്പർക്ക് കുറേ പേരുകളുണ്ട്. അഗ്ലി ടോയ്, അതുപോലെ ചെകുത്താൻ്റെ കളിപ്പാവ, ഡെവിളിൻ്റെ പെറ്റ്, അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു പാവ ആദ്യമായിട്ട് ഒരു ഹോങ്കോങ് കലാകാരനാണ് ഉണ്ടാക്കിയത്. 2019 ഇത് ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ആ ഒരു ടൈമിൽ അത്ര രീതിയിൽ അങ്ങനെ അങ്ങ് പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ചിലപ്പോൾ അതിൻ്റെ രൂപത്തിലായിരിക്കും. ഹഗ്ലി ടോയ് എന്നൊക്കെ പറയുന്നത് കണ്ടപ്പോഴേ മനസ്സിലാകുന്നില്ലേ, അതിനെ കാണാൻ ക്യൂട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു ചെകുത്താൻ്റെ ലുക്ക് തന്നെയുള്ളൊരു പാവയാണ്. 2019 മുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും കൂടുതലായിട്ട് വിറ്റ് വരവ് നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പാവ വളരെ ട്രെൻഡിങ് ആണ്. മെയിൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫൗണ്ടർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ 1.6 ബില്യൺ നേടിക്കൊടുത്തൊരു പാവ കൂടിയാണിത്. ഇതിൻ്റെ മെയിൻ കാരണം ഈ പാവയെ പോപ്പ് മാർട്ട് ഏറ്റെടുത്തിട്ട് അതൊരു മിസ്റ്ററി ബോക്സ് ആക്കിയിട്ട് വിൽപ്പന നടത്തി. മിസ്റ്ററി ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ ആ പാവ വാങ്ങിക്കഴിഞ്ഞാൽ അത് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനുള്ളിൽ പാവ ഏതാണ്, ഏത് നിറത്തിലാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇത് ആൾക്ക് കൂടുതലായിട്ട് വാങ്ങാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മൾ ചെറുപ്പകാലത്ത് കിൻഡർ ജോയ് വാങ്ങുന്ന ആ സെയിം അവസ്ഥ. കിൻഡർ ജോയിൻ്റെ ഉള്ളിൽ ഏത് കളിപ്പാട്ടാന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ, ആ സെയിം സാധനം തന്നെ. രണ്ടാമത്തെ കാരണം സെലിബ്രിറ്റീസ് ഇത് കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓൾറെഡി ട്രെൻഡിങ് ആവുമല്ലോ. നിലവിൽ ഇത് 6ഓളം നിറത്തിൽ വിൽക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഗോൾഡിനാണ് റേറ്റ് കൂടുതൽ. 9 പല്ലുകളുള്ള ഒരു രൂപമാണ് ഇതിന് വരുന്നത്. ഇതിലൊന്നുമല്ല എൻ്റെ ഞെട്ടലുണ്ടായത്, ഇതിൻ്റെ റേറ്റ് കേട്ടപ്പോഴാണ്. ഈ ഒരു പാവയ്ക്ക് തുടക്കം 5000 രൂപയാണ്. 5000 രൂപയൊക്കെ കൊടുത്ത് വാങ്ങാനുള്ള മുതൽ ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഇത് വാങ്ങാൻ സാധ്യതയുമില്ല. കാരണം എനിക്കിത്തരം ടോയ്സിനോട് കമ്പയില്ല. ഈ ടോയുടെ ചരിത്രം പറഞ്ഞ് നമ്മൾ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനൊന്ന് ശ്രദ്ധ വിട്ടു പോയപ്പോഴേക്കും എൻ്റെ മോൻ കേക്ക് മുറിക്കുന്ന പോലെ ആ പാവക്കുട്ടീനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് കറക്റ്റ് ആ പേരിനൊത്തൊരു പാവേനെ കിട്ടിയത്. അഗ്ലിയായിട്ടുള്ള, അല്ലെങ്കിൽ ചെകുത്താനെ പോലെ ആ കോലാക്കി വെച്ചിട്ടുണ്ട് കുട്ടി. എന്നാൽ പിന്നെ ശരി, എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്ലസ് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.